Okay. ചോദ്യം ചോദിക്കുന്നതിന് ആൻസർ പറയണം. A phenomenon involves number of physical quantities. Some of the quantities may be independent of each other, whereas the others may be expressed in terms of independent quantities. Dependent quantities ഉണ്ട്, independent quantities ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ഇത് ഡയമെൻഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. The quantities which are independent of each other are called primary or fundamental quantities. അതായത് ഒരു പ്രൈമറി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റ് ആണ്. അത് ഡിപെൻഡന്റ് അല്ലെങ്കിൽ അതിനെ പ്രൈമറി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ആൻഡ് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രൈമറി ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് സെക്കൻഡറി ക്വാണ്ടിറ്റീസ്. അതായത് ഈ പ്രൈമറി ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് എന്ത് സെക്കൻഡറി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി ക്വാണ്ടിറ്റീസ് ആർ മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MLT, അത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചപ്പോൾ MLT വരെ പഠിച്ചിട്ടുള്ളത്, മാസ്, ലെങ്ത്, ടൈം. ഇനി നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒരെണ്ണം കൂടെ വരും, ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നാണ്. അപ്പോൾ പ്രൈമറി ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന സെക്കൻഡറി ആണ്. ഓക്കെ, ലെങ്ത്, ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ വെലോസിറ്റി, ദെൻ ആ വെലോസിറ്റി എന്താണ് സെക്കൻഡറി ആണ്. അപ്പോൾ പ്രൈമറി ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നതാണ് എന്ത് സെക്കൻഡറി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓൾ അതർ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് വെലോസിറ്റി, ഫോഴ്സ്, പവർ എക്സെട്ര ആർ. ഫോഴ്സ് എന്താ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദ മാസ്, അതിന്റെ ആക്സിലറേഷൻ എന്താ വെലോസിറ്റി ബൈ ടൈം. അപ്പോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ലെങ്ത്, ലെങ്ത് ബൈ ടൈം. അപ്പോൾ ഓരോന്നിനെ ഡിറൈവ് ചെയ്ത് പ്രൈമറി ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പോകുന്നതിനെല്ലാം എന്ത് സെക്കൻഡറി ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, സെക്കൻഡറി അല്ലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പ്രൈമറി ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാ? പ്രൈമറി അല്ലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ഹലോ അക്ഷയ്, MB, എന്താ പ്രൈമറി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, കൃത്യമായിട്ട് പറ, ഉറക്കെ പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. മാസ്, ലെങ്ത്, പിന്നെ ടൈം, പിന്നെ നമ്മുടെ ഇതിൽ വരുമ്പോ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഏതാ? ടെമ്പറേച്ചർ. അപ്പം മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഈ T കണ്ടിട്ട് തെറ്റിയായിരിക്കല്ലേ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞ്. ടെമ്പറേച്ചർ അതല്ല, തീറ്റയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ദെയർ ഡയമെൻഷൻസ്. അതായത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റീസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് ഈ പറഞ്ഞ എല്ലാ ഡേറ്റാ ബുക്കിലുണ്ട്. ഇനി അത് എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് അതിന്റെ ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് ആക്കി, അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെ പ്രൈമറി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. അതിന്റെ സിമ്പല് MLT, തീറ്റ. ഇവിടെ ടൈമിനെ ടോന്ന് എഴുതും, നമ്മൾ ജനറലി എടുക്കുന്നത് T ആണ്. ഇനി അതിന്റെ യൂണിറ്റ് എന്താണ്? ഷെറിമിജു ഇനി മുതൽ അറിയത്തില്ല, ഷെറിമിജു എന്നല്ല ആരും, നീ ഇത് അറിയില്ല, യൂണിറ്റ് അറിയില്ല എന്ന് പറയരുത്. അത് ഇത്രയും നാളെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് യൂണിറ്റ് പഠിക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ യൂണിറ്റ് കൃത്യമായിട്ട് അറിയുക. ഓക്കെ, അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ ഷെറിമിജു? വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? വെയിറ്റിന്റെ യൂണിറ്റോ? കിലോഗ്രാം ആണോ? അപ്പൊ മാസിന്റെ യൂണിറ്റോ? വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. നീ പൊട്ടത്തെറ്റ് പറഞ്ഞു, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാ, നിനക്ക് അറിയാന്ന് പറഞ്ഞു. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ്, ഉറപ്പാണോ? അത് എന്തുകൊണ്ടാണ് ന്യൂട്ടൺ വന്നേ? mg, mass into mass into acceleration due to gravity. അപ്പൊ കിലോഗ്രാം ന്യൂട്ടൺ. അല്ല, ശരി പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പോവാന്ന്. കിലോഗ്രാം. ജിയുടെ വാല്യൂ എന്താ? ജിയുടെ യൂണിറ്റ് എന്താ? W=mg ആന്ന് പറഞ്ഞല്ലേ? അപ്പം എമ്മിന്റെ യൂണിറ്റ് എന്താ? ഇതൊന്നും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമയം ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. കിലോഗ്രാം. ഇനി ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഗ്രാവിറ്റിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് G ആണ്.
ആരാ ഫിസിക്സ് പഠിപ്പിച്ചേ? അല്ല ജി അല്ല മാസ് ബൈ സെക്കൻഡ്സ്. ആ അപ്പൊ അറിയാം നിനക്ക്, അത് പറഞ്ഞോ. ആ മാസ് കിലോഗ്രാം ബൈ സെക്കൻഡ്. മാസ് ബൈ സെക്കൻഡ്. ആക്സലറേഷന്റെ എന്താ യൂണിറ്റ്? സാർ ഇങ്ങനെ ചോദിക്കല്ലേ, എനിക്കെല്ലാം കൂടി അല്ല കുഴപ്പമില്ല, നീ പറഞ്ഞോ, നീ തെറ്റ് പറഞ്ഞോ, എനിക്കത് പറഞ്ഞുതരാൻ വേണ്ടിയാ, നിനക്ക് എവിടെയാണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കി പറഞ്ഞുതരാൻ വേണ്ടിയാ, നീ പറഞ്ഞോ, അറിയാവുന്ന പറഞ്ഞോ. ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? ആക്സലറേഷന്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം അല്ലേ? ആ ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ആ അപ്പം മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ഒരു ടൈം കൂടെ വന്നാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? സെക്കൻഡ് സെക്കൻഡ് ആ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ അപ്പൊ ജിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി മൂലമുള്ള ആക്സലറേഷൻ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു എം ജി ആണെങ്കിൽ, എമ്മിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. ന്യൂട്ടൺ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റാ എഫ് ഈക്വൽ ടു എം എ. അതിന്റെ യൂണിറ്റ് എന്താ? മാസിന്റെ പറഞ്ഞല്ലോ, മാസിന്റെ കിലോഗ്രാം. കിലോഗ്രാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അല്ല സോറി ആക്സിലറേഷന്റെ ഇത് തന്നെയല്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ എന്താ ഫോഴ്സിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ. അപ്പൊ ഫോഴ്സ് വെയിറ്റ് സെയിം അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണെന്നുള്ള സാധനം. ഇങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കും പെട്ടെന്ന് വരുമ്പോ വെയിറ്റ്. ഇനി വെയിറ്റ് മാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡബ്ല്യു ഈക്വൽ ടു എം ജി ആണെന്ന് പറഞ്ഞു. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താ? ഡബ്ല്യു ബൈ ജി അല്ലേ? അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ചന്ദ്രനിൽ പോയാൽ വെയിറ്റ് ആണോ മാസാണോ ഉള്ളത്? ഞാൻ നിങ്ങളോട് നേരെ ചോദിച്ചാൽ മാസിന് ചേഞ്ച് അല്ലല്ലോ, അത് നമ്മുടെ ബോഡിയിൽ ഉള്ളതല്ലേ. അപ്പൊ ഇതെല്ലാം അറിയാം, പക്ഷെ നമ്മൾ ഉത്തരത്തിലേക്ക് വരുമ്പോ ഇതൊന്നും വരുന്നില്ല. അതൊക്കെ ചിന്തിച്ച് പറയണം ഇനി മുതൽ കേട്ടോ. കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ബേസിക് യൂണിറ്റുകൾ പഠിക്കുക, അത് മസ്റ്റ് ആണ്. നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണോ, നിങ്ങൾ ഈ ഫീൽഡ് അല്ലെങ്കിലും ഇത് പഠിച്ചിരിക്കണം. ബേസിക് ഫിസിക്സ് ആണ് കേട്ടോ, അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ലെങ്ത് എൽ, അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എം. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താ? എൽ എന്ന് എടുക്കാം. ഇനി ടൈമിന്റെ സെക്കൻഡ്, ടി, ടെമ്പറേച്ചറിന്റെ തീറ്റ, അതിന്റെ കെൽവിൻ തീറ്റ. അമൽദേവ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. ദെൻ ജോമെട്രിക് ക്വാണ്ടിറ്റി, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് പഠിച്ചത്. ജോമെട്രിക് ക്വാണ്ടിറ്റി വരുമ്പോൾ എന്ത് പറയും? ഏരിയ, വോളിയം. വേറെ ഉണ്ട് ജോമെട്രിക് ക്വാണ്ടിറ്റി, ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ സിമ്പിൾ എന്താണ്? വൈശാഖെ സിമ്പിൾ ഒന്ന് വായിച്ചേ. എ. വോളിയം എന്ത് വരും? വി അല്ലെ? അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർഡ് മീറ്റർ ക്യൂബ് അല്ലെ? ഇനി അതിന്റെ ഡയമെൻഷൻ എടുക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായത്? എൽ സ്ക്വയർ, എൽ റേസ് ടു 3. മനസ്സിലായല്ലോ? അവിടെ എന്തുകൊണ്ട് എം വന്നില്ല? എം അവിടെ എത്ര? 0 ആണ് അല്ലെ? എം റേസ് ടു 0, ദെൻ എൽ റേസ് ടു 3, ദെൻ ടി റേസ് ടു 0, തീറ്റ റേസ് ടു 0. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ അങ്ങനെയാണ്. ഇവിടെ മാസം ഒന്നുള്ളതുകൊണ്ട് റേസ് ടു 1, ബാക്കി എല്ലാം 0 ആണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ എല്ലാം വരുന്നത്. ഇനി ഏരിയ, വോളിയം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചോദിക്കട്ടോ. ഇനി കൈനമാറ്റിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയുമായിട്ടൊക്കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, മൂവിങ് ആയിട്ടുള്ള, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യു എന്ന് നൊട്ടേറ്റ് ചെയ്യും, വി എന്ന് നൊട്ടേറ്റ് ചെയ്യും, യു എന്ന് ക്യാപിറ്റൽ യു എന്ന് നൊട്ടേറ്റ് ചെയ്യും. അതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, അത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ദെൻ അതിന്റെ ഡയമെൻഷൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എം എന്താണ്? എമ്മിന്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നത് ലെങ്ത്. മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് അല്ലേ? എൽ ഡിവൈഡഡ് ബൈ എസ് അല്ലെ? എസ് എന്ന് പറഞ്ഞാൽ എന്താ? ടി. അപ്പൊ ആ എൽ ടി മേളിൽ വരുമ്പോൾ എൽ ടി റേസ് ടു -1. ഓക്കെ, മാസ് അവിടെ 0 ആണ്, എം റേസ് ടു 0 ഉണ്ട്. അപ്പൊ എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എനി നമ്പർ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അതുകൊണ്ട് അത് അവിടെ എഴുതാത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിറ്റ് എന്ത് കിട്ടി? ലീനിയർ വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു -1. അമൽജിത്തെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അമൽജിത്ത്? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ എന്താണ്? ന്യൂ ആണ്.
അതിന്റെ യൂണിറ്റ് നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ട്. അതുപോലെ കാണാൻ പഠിക്കുക. ഇതൊക്കെ കാണാൻ പഠിക്കേണ്ടേ ഉള്ള മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഞാൻ ഇതിനി എന്നും ചോദിക്കും, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി മീറ്റർ സ്ക്വയർ എന്താണ്? എൽ ലെങ്ത് അല്ലേ, അപ്പൊ എൽ സ്ക്വയർ. എസ് താഴെ വന്നുകൊണ്ട് ആ ടി മേളിൽ വന്നു എൽ സ്ക്വയർ ടി റേസ് ടു -1. അതുപോലെ ഫോഴ്സ് ഓർ റെസിസ്റ്റൻസ്, അതിനെ എങ്ങനെയാണ് നോട്ടേറ്റ് ചെയ്യുന്നത് നോക്കിയേ. എഫ് ആർ എന്ന് എഴുതാം. ദെൻ എന്താണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക ന്യൂട്ടൺ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഇത് എന്താ ഡയമെൻഷൻ MLT-യിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്ടൺ എന്ന് എഴുതിയാൽ നമുക്കത് മനസ്സിലാകില്ല. അത് F=ma ആണെന്ന് നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ ഈ ബക്കിംഗ്ഹാംസ് പൈ തിയറം ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് 10 മാർക്കിന് ഫുള്ളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയും. അപ്പോൾ കിലോഗ്രാം നോക്കിയേ, കിലോഗ്രാം എന്താണ്? M അല്ലേ. ദെൻ മീറ്റർ എന്താണ്? ലെങ്ത് L എഴുതി മേളില്. ഇനി സെക്കൻഡ് സ്ക്വയർ അതെന്താ? ഡിവൈഡ് ബൈ T സ്ക്വയർ. ഇനി ആ T സ്ക്വയർ മേളിൽ വരുമ്പോൾ ML T⁻² എന്ന് വന്നു. അമൽദേവെ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം മനസ്സിലായെങ്കിലേ മനസ്സിലായി എന്ന് പറയാവൂ. ഇല്ല, ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കേ. ശ്രദ്ധിച്ചിരിക്കും. അതായത് ഫോഴ്സിന്റെ എന്താ യൂണിറ്റ്? അമൽദേവ് അൺമ്യൂട്ട് ചെയ്ത്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലേ യൂണിറ്റ്. ആ യൂണിറ്റ് ആണ് നിങ്ങൾ എല്ലാത്തിന്റെയും കുഴപ്പം വരുന്നത്. അത് ഈ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും, യൂണിറ്റ് എഴുതിയില്ലെങ്കിലും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർ നോക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ നിങ്ങൾ ഈ പൊത്തിറൊക്കെ കഴിയുമ്പോൾ ഈ ഫീൽഡിലൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ന്യൂട്ടൺ ആണ്. ഓക്കെ, ആ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? F=ma അല്ലേ? F=ma. M എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലേ? ഇനി ma ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ ഒറ്റ പേര് വിളിക്കുന്നതാണ് എന്ത്? ന്യൂട്ടൺ. ഓക്കെ, ഇതുപോലെ പലതും ഉണ്ട്. അക്ഷയ് ഷാജി, ജൂൾ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അക്ഷയ് ഷാജി, അക്ഷയ്, ഹലോ. ജൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂട്ടനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇതുപോലെ ജൂളിനെ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? എനർജിയുടെ യൂണിറ്റ്. ആ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണോ? ഇപ്പൊ ജൂൾ പെർ സെക്കൻഡ് അല്ലേ അത്? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോ എന്താ? ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോ എന്താ? അപ്പം ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്താ അപ്പം കിട്ടുന്നത്? പറഞ്ഞോ, ന്യൂട്ടൺ മീറ്റർ എന്താ? ഫോഴ്സിന്റെ ഡിസ്റ്റൻസ്. വർക്കിന്റെ യൂണിറ്റ് എന്താ? ആകെ വിഷയമായോ? നമ്മൾ ഏത് ഉറക്കത്തിൽ കേട്ടാലും ഇനി ഇതുപോലുള്ള ഡയമെൻഷൻസ് പറയാൻ പഠിച്ചിരിക്കണം. ഏറ്റവും നമുക്ക് പറ്റുന്ന ബേസിക് ഒരു മിസ്റ്റേക്ക് ആണ് ഡയമെൻഷൻസ് അറിയില്ല എന്നുള്ളത്. നമ്മൾ പിന്നെ വേറെ എന്ത് പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് ഡയമെൻഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കുക, ബാക്കിയൊക്കെ പറയാം. ന്യൂട്ടൺസ്, കാരണം ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് നോക്കിയാൽ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല, യൂണിറ്റ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബക്കിംഗ്ഹാംസ് പൈ തിയറം ഇന്ന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഇന്ന് തന്നെ അത് കൃത്യമായിട്ട് പറയണം. ഞാൻ നാളെ ഒരു പീരീഡ് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് യൂണിറ്റുകൾ പഠിക്കുക. ദെൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റോ. അപ്പൊ പെട്ടെന്ന് ഡെൻസിറ്റി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ പറഞ്ഞ മാസ് ബൈ വോളിയം ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണാൻ പഠിക്കുക. ദെൻ മാസ് ബൈ വോളിയം അല്ലേ? മാസിന്റെ യൂണിറ്റ് എന്താണ്? ഷെറിൻ ബിജു? എന്താ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? ഡെൻസിറ്റി മാസ് ബൈ വോളിയം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ഡയമെൻഷൻ? MLT-യിൽ എങ്ങനെ എഴുതും? MLT തീറ്റയിൽ
ml raised to -3. അല്ല അത് നോക്കി വായിക്കാൻ ആർക്കും പറ്റും. അതല്ലേ? അത് അതല്ല, മേളില് കിലോഗ്രാം ആ അല്ല, താഴെ മീറ്റർ ക്യൂബ്. ആ അപ്പൊ മേളില് കിലോഗ്രാം മാസ് അല്ലേ, അപ്പൊ മാസ് ഡിവൈഡ് ബൈ താഴെ മീറ്റർ എന്ന് പറയുന്നത് ലെങ്താ, അപ്പൊ ലെങ്ത് എല് ക്യൂബ്, അപ്പൊ എല് മേലിട്ട് എടുക്കുമ്പോ ml raised to -3. അപ്പൊ അവിടെ ടിയും തീറ്റ എന്താണ്? ടിയും തീറ്റ അൺനോൺ ആണ്. അൺനോൺ ആണോ? അൺനോൺ എന്നല്ല, അവിടെ ഇല്ലല്ലോ. അപ്പൊ എന്താ? സീറോ. അപ്പൊ അത് എന്തുകൊണ്ട് അവിടെ ഇല്ലാതാവുന്നു? ഇല്ലാത്ത അവിടെ അല്ല എന്തുകൊണ്ടാണ്? ഓക്കെ, നമ്മൾ ഡയമെൻഷൻ എടുക്കുമ്പോൾ എം എൽ ടി തീറ്റ മസ്റ്റ് ആയിട്ട് അതിൽ ഉണ്ടായിരിക്കണം. എം എൽ സ്റ്റെക്കാണ്, കേൾക്കാൻ പറ്റും എടാ ഇപ്പം കേൾക്കാവോ? സാർ, ഒന്നുകൂടെ പറയോ? ഇപ്പോഴോ കേൾക്കാവോ? ഇപ്പം ക്ലിയർ ആണോ? സാർ കേൾക്കുന്നില്ല. ആ, ഇപ്പൊ ബാക്കിയുള്ളവർക്ക്? കേൾക്കാം. ആ, ഇപ്പൊ ആ. കുഴപ്പമില്ല സാർ, കേൾക്കാം. ഓക്കെ, അപ്പൊ എം എൽ ടി തീറ്റ അവിടെ മസ്റ്റ് ആയിട്ട് ആ, ഉണ്ടായിരിക്കണം. പക്ഷെ നീ എന്തുകൊണ്ട് അതിനെ ആ. കളഞ്ഞത്? എന്തുകൊണ്ട് ടിയും ടീം എടുത്തില്ല? തീറ്റ അതിലില്ലല്ലോ, ഡെൻസിറ്റിയിൽ ആര് പറഞ്ഞു? അവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? അവിടെ ഉണ്ടല്ലോ. അത് എന്തുകൊണ്ട് പോയി എന്ന് പറയാം. നീ പറയുന്നത് ശരി, അവിടെ ഇല്ല. പക്ഷെ അത് എന്തുകൊണ്ട് പോയി എന്ന് മനസ്സിലാക്കും. എന്തുകൊണ്ട് പോയി? അതായത് നമ്മൾ പവർ വെച്ചിട്ടല്ലേ എഴുതുന്നേ. എം റൈസ് ടു 1, ആ, എം റൈസ് ടു, അതായത് ആ, കിലോ എം റൈസ് ടു 1 അല്ലേ? ആ. എൽ റൈസ് ടു -3. -3. ഇനി ടി ടി വരുമ്പോഴോ? 0, ടി റൈസ് ടു 0. 0. തീറ്റ റൈസ് ടു 0. എനി റൈസ് ടു നമ്പർ 0 എന്താണ്? 1. 1. അപ്പൊ അതുകൊണ്ടാണ് അത് പോയത്. മനസ്സിലായോ? ആ, ഇല്ലാത്തത് കൊണ്ടല്ല, അത് 0 ആവുന്നുണ്ട്. അപ്പൊ ഓക്കെ, അത് കിട്ടിയല്ലോ. ആ. ഓക്കെ. അമൽജിത്തെ, ഈ പീരീഡ് എത്ര മണി വരെയാ? ഹലോ അമൽജിത്ത്, കേൾക്കാവോ? അഭിഷേകേ, ഈ പീരീഡ് എത്ര മണി വരെയാ? 2:05 വരെ. പെട്ടെന്നാട്ടെ, എന്നാ പെട്ടെന്ന് പറഞ്ഞോ. സ്പെസിഫിക് വെയിറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞേ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ W അല്ലേ? അതിന്റെ നിന്നോടാ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? W അല്ലേ? ഓക്കെ. ഇനി സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെന്ന് ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ആ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എങ്ങനെ എഴുതും നമ്മള്? അഭിഷേകേ, അൺമ്യൂട്ട് ചെയ്ത. ഡയമെൻഷൻ എങ്ങനെ എഴുതും? ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ന്യൂട്ടന്റെ ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്താണ്? MLT അല്ല, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ ആക്സിലറേഷൻ. ഇപ്പൊ മനസ്സിൽ കൊണ്ടുവന്ന മാസ് എന്ന് പറഞ്ഞ കിലോഗ്രാം അല്ലേ? കിലോഗ്രാം. എം അല്ലേ? ആ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ ഒന്ന് എന്താ? എല്. ദെൻ സെക്കൻഡ് സ്ക്വയർ വരുമ്പോ MLT റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഇത് വരും. മീറ്റർ ക്യൂബ് വരുമ്പോ L റൈസ് ടു 3. ഈ എല്ലും വെട്ടിപ്പോയി. അപ്പൊ ഇവിടെ എന്താ? L റൈസ് ടു സ്ക്വയർ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? ആൻസറോ? ML റൈസ് ടു -2. -2 T റൈസ് ടു -2. ഇപ്പൊ മനസ്സിലായി എങ്ങനെയാ വന്നേന്ന്? സർ. ഓക്കെ അല്ലേ? ആ, ഓക്കെ. ശിവകുമാറേ, പറഞ്ഞേ, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ എല്ലാം ഒന്ന് പറഞ്ഞേ. വിസ്കോസിറ്റി മ്യൂ. ഓക്കെ. യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ, അല്ല കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ്, മീറ്റർ ലെങ്ത് L, സെക്കൻഡ് ടെമ്പറേച്ചർ T, സെക്കൻഡ് ടൈം. അപ്പൊ എന്ത് വരും? അപ്പൊ M/L, L/1
എം ബൈ എൽ ടി വരും. അപ്പൊ എന്ത് വരും? ഫൈനൽ എന്ത് വരും? M/LT വരും. ആ അപ്പം ഫൈനൽ എന്ത് വരും? അപ്പൊ M(L)−1 T(−1). ആണോ? നോക്കാം. ശരിയല്ലേ? ഇപ്പൊ കത്തിയല്ലേ? ആ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ ഇത് കണ്ടുപിടിക്കുന്നത്. ഷോൺ സാർ നെക്സ്റ്റ് പറഞ്ഞേ. വർക്ക് എനർജി. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ എന്തൊരു യൂണിറ്റ്? അപ്പൊ ന്യൂട്ടൺ, ജൂള്, ന്യൂട്ടൺ. ആ ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം? എന്ത് എഴുതാൻ പറ്റും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് നീ പറഞ്ഞല്ലേ? എന്ത് വരും? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെയോ? ബുക്കിൽ എഴുതി. ബാക്കിലോട്ട് ബുക്കിലോട്ട് എഴുതി നോക്കിക്കേ. ഫോഴ്സിന്റെ എഴുതാനോ? എടാ ബുക്കിന്റെ പുറകിലോട്ട് എഴുതാൻ. എഴുതി നോക്കാൻ. എല്ലാരും എഴുതി നോക്കുക. അക്ഷയ് ബി ബുക്കിന്റെ ബാക്കിലേക്ക് എഴുതുക. പെട്ടെന്നാട്ടെ എടുത്ത് പെട്ടെന്നിട്ട് വേണം. ഷോൺ വർക്കിന്റെ ന്യൂട്ടൺ മീറ്റർ അല്ലേ? ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ന്യൂട്ടന്റെ എന്ത് വരും? അപ്പോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. ന്യൂട്ടൺ മീറ്റർ വന്നു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയമെൻഷൻ കണ്ടുപിടിക്കുക. MLT തീറ്റയിലോട്ട് ഇട്ട് കൊടുക്കാൻ എങ്ങനെ? ന്യൂട്ടൺ ഇനി എന്താ? ഇതല്ലേ ഫോഴ്സിന്റെ ആണ്. ആ ന്യൂട്ടനെ ഇനി എങ്ങനെ? ന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്ടന്റെ അല്ലെങ്കിൽ ഡയമെൻഷൻ കാണാൻ പഠിച്ചു വെക്കണം. ഇനി ന്യൂട്ടന്റെ ഡയമെൻഷൻ എന്താ കാണാൻ അറിയോ? ഇല്ല, കിലോഗ്രാം ആണോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് കണ്ടോ? MLT. അത് MLT⁻² ആണ്. പക്ഷേ നിനക്ക് കാണാൻ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് കാണാൻ പഠിച്ചു വെക്കുക. അല്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ന്യൂട്ടന്റെ എന്താണ് എങ്ങനെ കണ്ടുപിടിക്കും? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല സാർ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല? അതെങ്ങനെ? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? MA അല്ലേ? ഇനി M എന്താണ്? എമ്മിന്റെ യൂണിറ്റ് കിലോഗ്രാം. ആക്സിലറേഷന്റെ എന്താണ്? ആക്സിലറേഷന്റെ യൂണിറ്റ് ആണോ? ആക്സിലറേഷന്റെ യൂണിറ്റ് മറ്റേ മീറ്റർ. ഇത് മീറ്റർ/സെക്കൻഡ്². മീറ്റർ/സെക്കൻഡ്² അല്ലേ? അപ്പൊ ഇനി ഈ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്² എന്ന് പറയുന്നതിനെ ഒരുമിച്ച് പറയുമ്പോ എന്താ പറയുന്നത്? അതല്ലേ ഇത്? അതാണ് ന്യൂട്ടൺ. പിന്നെന്താ പ്രശ്നം? അതെ, അതാണ് ന്യൂട്ടൺ അല്ലേ? ഇനി നിനക്കിനി ഇതിന് എങ്ങനെ ന്യൂട്ടന്റെ ഡയമെൻഷൻ കിട്ടും? അത് പറഞ്ഞേ. കിലോഗ്രാമിന്റെ അത് M. ഓക്കെ. പിന്നെന്താ? മീറ്റർ/സെക്കൻഡ് എമ്മിന്റെ L. L/1 സെക്കൻഡ്². അത് താഴത്താണ്. അത് T⁻². അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നീ ഇത് കാണാൻ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഈ ന്യൂട്ടൺ എങ്ങനെയാന്ന് വന്നേ നോക്കണം. അവിടുന്ന് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഏതാ എളുപ്പം? ഇതുപോലെ കാണാൻ പഠിച്ചു വെക്കുന്നതാണോ അതോ ബേസിക് മനസ്സിലാക്കി ചെയ്യുന്നതാണോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് കാണാൻ പഠിച്ചേ പറ്റൂ. കാണാൻ പഠിക്കുക മീൻസ് ബേസിക് കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടി? MLT⁻² കിട്ടി അല്ലേ? MLT⁻² കിട്ടി. ഇനി എന്താ അടുത്തുള്ളത്? മീറ്റർ ഉണ്ട് ബാക്കി അല്ലേ? അപ്പൊ അവിടെ അതിന്റെ എന്താ? L⁻1 എന്നൂടെ എഴുതി. അപ്പൊ എന്താ ഫൈനൽ എന്ത് വരും?
രണ്ട് L raised to 1 ഉണ്ട്. അപ്പൊ അപ്പൊ 2 ml raised to ml raised to 2 t raised to -2. അത് ശരിയാണോ നോക്കി കണ്ട മനസ്സിലായോ? ആ എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായോ? ആ ഓക്കെ. അമൽദേവ് 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 ഇവിടെ ഇല്ലേ? അമൽദേവ് ആ ഇനി പവറിന്റെ യൂണിറ്റ് എന്താ? പവറിന്റെ യൂണിറ്റ് നിന്റെ വീട്ടിൽ മേടിച്ച എത്ര ഇതിന്റെ ബൾബാ? വാട്ടാണ്. ആണോ? ഉറപ്പാണോ? അതെ ആര് പറഞ്ഞു? അതെ ആര് പറഞ്ഞു? ആരും പറഞ്ഞൊന്നുമില്ല. കാരണം ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ ബൾബൊക്കെ ചിന്തിച്ച ഉറപ്പല്ലേ? ആ ഉറപ്പാ. ആ ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ എന്ന് പറഞ്ഞാൽ നീ ഒരാളെ ഇടിച്ചപ്പോ നീ ആ ശിവകുമാറിന്റെ മൂക്കിന് നോക്കി ഇടിച്ചപ്പോ അവൻ പറഞ്ഞു ഓ എന്നാ പവറാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല ഇതായിരുന്നു ആ എന്തോ നല്ല പവർ ഉണ്ടായിരുന്നു. ഈ പവർ എവിടുന്ന് വന്നു? പവറിന്റെ കയ്യിൽ നിന്ന്. നിന്റെ കയ്യിൽ നിന്ന് വന്നു. നിന്റെ കൈക്ക് എങ്ങനെ കിട്ടിയ പവർ? പവർ ഇങ്ങനെ വലിച്ചു വലിച്ചു ഓക്കെ, അത് മനസ്സിലായി. നിന്റെ കൈക്ക് ആ പവർ എവിടുന്ന് വന്നു? നീ രാവിലെ ഒന്നും കഴിച്ചില്ല, 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല. അപ്പൊ നിനക്ക് ആ പവർ ഇപ്പൊ ഇടിച്ച പവർ നിനക്ക് കിട്ടുമോ? ആ കഴിക്കാതിരിച്ച എനർജി വേണം. ആ എനർജി വേണം അല്ലേ? ഇനി ആ എനർജിയിൽ അപ്പൊ എന്താണ് ഇനി പവർ? ഫോഴ്സ്. എനർജിയില് ഇനി എന്താണ് ഈ പവറിലെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എനർജിയായിട്ട്? ഫോഴ്സ് കൂടുന്നതനുസരിച്ച്. ഫോഴ്സ് കൂടുന്നതനുസരിച്ചിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നീ ഫുഡ് കഴിച്ചോണ്ട് എനർജി കിട്ടിയല്ലേ? ആ അപ്പം എനർജി ചേഞ്ച് ആയെന്ന് എങ്ങനെ മനസ്സിലായി? എനർജി അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായി? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം, സോറി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്തപ്പോ എനർജി കിട്ടിയല്ലേ? ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും അല്ലേ? അപ്പൊ എന്താ നോക്കിയേ, അതായത് ജൂൾ പെർ സെക്കൻഡ് എന്ന് വരും അതിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ് എന്ത്? എനർജി ബൈ ടൈമാണ് പവർ. അതായത് നീ ആ സെക്കൻഡിൽ ഇടിച്ചപ്പോ ഉള്ളതും അതേ ഡിവൈഡ് ബൈ ടൈം ചെയ്തപ്പോ എന്ത് കിട്ടി? പവർ കിട്ടി. മനസ്സിലായോ? ഇനി അതിനെ ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും? ഒന്നുകിൽ വർക്ക് ബൈ ടൈം, വർക്ക് എനർജി രണ്ടും സെയിം ആണ് യൂണിറ്റ്. വർക്കോ അല്ലെ എനർജിയോ ചെയ്യണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യണം. അപ്പം ഒന്നുകിൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ആ ന്യൂട്ടൺ മീറ്ററിനെ എന്ത് എഴുതാം ഒരുമിച്ച്? അതിനെയാണ് എന്ത് ജൂൾ എന്ന് പറയുന്നത് അല്ലേ? ജൂൾ പെർ സെക്കൻഡ്. ഇനി ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് എന്ത് വാട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മള്. ഇനി ഇത് അറിയത്തില്ല എന്ന് പറയരുത്. ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? വൈശാഖൻ? ഇല്ല സാർ, ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോ നോക്കിയേ, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്, ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. ഇനി ഇതിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ചേ അമൽദേവ്, പെട്ടെന്നാട്ടെ. അല്ല പറഞ്ഞോ, നീ എഴുതണ്ടേ? നീ പറഞ്ഞു. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ? ഇനി എഫ് ഫിസിക്കൽ എം എ അല്ലേ? അപ്പൊ അതിന്റെ കിലോഗ്രാം ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ദെൻ അതിന്റെ കൂടെ എന്ത് വരും? എം ഉണ്ട്, ഒരു എം കൂടെ ഇൻറ്റു ചെയ്തു. ദെൻ ഡിവൈഡ് ബൈ എന്തുണ്ട്? ഒരു എസ് കൂടെ ഉണ്ട് അല്ലേ? ഈ എസ് മേളിൽ വരുമ്പോൾ S⁻³ ആയി.
അപ്പൊ നീ ഈ കിലോഗ്രാമിന് എന്ത് എഴുതും? എം, എം ഇത് 2 മീറ്റർ ആയതുകൊണ്ട് എൽ സ്ക്വയർ, ഈ താഴെ S/3 ആണ്. അപ്പൊ എന്ത് വരും? T/3 -3. ഒന്ന് നോക്കിയേ, ml സ്ക്വയർ T/-3. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഓരോന്നും ചെയ്ത് നോക്കണം. ഇപ്പൊ ഇത് മനസ്സിലായിട്ട് കാര്യമില്ല. ഈ ബേസിക് യൂണിറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ പഠിച്ചേ പറ്റൂ. ദെൻ ഞാൻ പെട്ടെന്ന് വിട്ടുപോയാണ്, ഇത് തീർക്കേണ്ടിയുണ്ട്. ഹീറ്റിന്റെ യൂണിറ്റ് QH അല്ല, ഡിനോട്ട് ചെയ്യുന്നത് QH, അത് ജൂള് തന്നെയാണ്. ഓക്കെ, ജൂള്, എനർജി എന്തൊക്കെയാണ്, ഇതൊക്കെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുക. അതിനുള്ള സമയമില്ല, ഞാൻ പോവാണ് വിട്ട്. ml സ്ക്വയർ T/-2. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? K. ഇനി ആ കെയുടെ യൂണിറ്റ് എന്താണ്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഇനി ഈ വാട്ട് എന്തെന്ന് അറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഈ യൂണിറ്റ് കിട്ടും. ഈ പറഞ്ഞ ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞ ഡയമെൻഷൻ കാണാതെ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ബാക്കി ഒന്നും പഠിക്കേണ്ട. അതായത് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ L സ്ക്വയർ T/-T θ/-1 ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പഠിക്കണ്ട. പക്ഷെ അങ്ങനെ പറ്റില്ല, നമുക്ക് മെമ്മറി അത്രയും ഓർത്തിരിക്കാൻ പറ്റില്ല. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാണാൻ പഠിക്കാം. ഈ പറഞ്ഞ ml/-2 ഫോഴ്സിന്റെ ഒക്കെ കാണാൻ പഠിക്കാം. പക്ഷെ കൂടി വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെർമൽ കണ്ടന്റ് വാട്ട് എന്താണെന്ന് അറിയണം, ജൂൾ പെർ സെക്കൻഡ് എന്ന് അറിയണം, ആ ജൂൾ ഇനി എങ്ങനെ വന്നു എന്ന് അറിയണം. എങ്കിൽ മാത്രമേ ബക്കിംഗ്ഹാംസ് പൈ തിയറം ചെയ്യാൻ പറ്റൂ. ദെൻ സ്പെസിഫിക് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ആ യൂണിറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡാറ്റാ ബുക്കിൽ കിടപ്പുണ്ട്. പക്ഷെ ആ ജൂൾ ഇനി എന്താണെന്ന് അറിയണമെങ്കിൽ ഡാറ്റാ ബുക്കിൽ ഇല്ല. ഇനി വാട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ഡാറ്റാ ബുക്കിൽ ഇല്ല. അതൊക്കെ ബേസ് ആണ്. അപ്പൊ നമുക്ക് അത് ചെയ്യുമ്പോൾ ഇവിടെ ആ ഡിഗ്രി സെൽഷ്യസ് കൂടെ ഉള്ളതുകൊണ്ട്, ഒരു സെക്കൻഡ്, ഇവിടെ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂടെ ഉള്ളതുകൊണ്ട് എന്ത് വരും? ഇവിടെ ടെമ്പറേച്ചർ തീറ്റ എന്ന് വരും, താഴെ ആയതുകൊണ്ട്. ഇനി അത് മുകളിലായിരുന്നെങ്കിൽ θ/-1. അതുപോലെ ഗ്യാസ് കോൺസ്റ്റന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോന്നും അത് പറയാഞ്ഞത്. ഹലോ, എനിക്കിത് നാളെ നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഞാൻ വിളിക്കുന്നവര് ഈ പറഞ്ഞ ഓരോന്നും എങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എഴുതി കാണിക്കണം. Then find the dimensions of the following physical quantities of table serial number. ഫോഴ്സിന്റെ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാ നോക്കിയേ, മാസിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഇനി ആ ന്യൂട്ടണെ എങ്ങനെ എഴുതാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ M, L T/-2. ഇനി സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ബൈ വോളിയം ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിൻ്റെ കൂടെ ഒരു മീറ്റർ ക്യൂബ് ഉണ്ട്. ദെൻ കിലോഗ്രാമിന്റെ യൂണിറ്റ് എന്താണ്? ഫസ്റ്റിൽ എഴുതി എന്താണ്? കിലോഗ്രാമിന്റെ M ആണ് ഡയമെൻഷൻ എഴുതുമ്പോൾ. ദെൻ എന്താണ്? വീണ്ടും ഒരു M, അപ്പൊ L എഴുതി. ഇതാ ഇവിടെ സെക്കൻഡ് സ്ക്വയർ, അപ്പൊ എന്ത് വന്നു? T². ദെൻ ഇവിടെ ഒരു മീറ്റർ ക്യൂബ് ഉണ്ട്, അവിടെ എന്ത് വന്നു? 1/L³ എന്ന് എഴുതി. ഇവിടുത്തെ ഒരു എല്ലും ഇവിടെ ഒരു എല്ലും വെട്ടിപ്പോയി, L² ആയി. ദെൻ നമുക്ക് ആൻസർ എന്ത് വന്നു? ഫൈനൽ ആൻസർ ഈ T² മേളിൽ പോയി, L² മേളിൽ പോയി. M/L⁻² T⁻². അല്ലേ? ഇതാ നമുക്ക് കിട്ടി. ദെൻ വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇനി പവർ എന്താണ്? ഹീറ്റ് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? സ്പെസിഫിക് ഹീറ്റ് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ് എന്താണ്? ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ബക്കിംഗ്ഹാംസ് ചെയ്യാൻ പറ്റൂ. ദെൻ ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്: ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്ചാർജ്, ഡെൻസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, ആക്സിലറേഷൻ. ഇതൊന്നും ഡാറ്റാ ബുക്കിൽ ഇല്ല, ഡയമെൻഷൻസ്. അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്? ഹലോ, അഭിഷേക്, അക്ഷയ് ഷാജി, അക്ഷയ് MP, അമൽദേവ്, ശിവകുമാർ, വൈശാഖ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻ തരും, എനിക്ക് അത് ഇന്ന് തന്നെ നിങ്ങൾ രാത്രി 10 മണിക്കുള്ളിൽ എല്ലാം ചെയ്തിട്ട് അയക്കണം. വേറെ ഒന്നും ഇന്ന് ചെയ്യാനില്ല. ഈ ഡയമെൻഷൻ കൃത്യമായിട്ട് കാണാൻ പഠിക്കുക. നിങ്ങൾ അയക്കുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കുകയും ചെയ്യും, അത് ചോദിക്കുകയും ചെയ്യും. കാരണം ഇതില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ട് തന്നെ അത് എന്താണെന്ന് പഠിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇട്ട് തരും, നിങ്ങൾ അതിന്റെ ഡയമെൻഷൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, അത് കണ്ടുപിടിച്ച് എഴുതുക മാത്രമല്ല, അത് ഓരോന്നും ഡിറൈവ് ചെയ്ത് എഴുതണം. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി അതിന്റെ യൂണിറ്റ് എഴുതിയതിന് ശേഷം അതിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ അല്ലേ? ചെയ്യാമല്ലോ? അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്ക് ചെയ്യാനുള്ളവർ അത് ചെയ്ത് കഴിയുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം ഇങ്ങനെ കൂട്ടി വെക്കരുത്. ആദ്യം അത് ചെയ്ത് അയച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുക.
ഓക്കെ, ഞാൻ പുറകെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഇനി ആബ്സെന്റ് ഉള്ളവരാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. അഭിഷേക് ഉണ്ട്, അക്ഷയ് എം ബി, അക്ഷയ് ഷാജി, അമൽദേവ്, ആരോമൽ ആബ്സെന്റ്, അശ്വിൻ എം ആബ്സെന്റ്, ഷോൺ, ഷെറിൻ, ബിജു, ശിവകുമാർ, വൈശാഖ്. അമൽജിത്ത് ഉണ്ടോ? അമൽജിത്ത് ആബ്സെന്റ്. ഓക്കെ, ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് ഷെറിൻ പോയോ ഇവിടുന്ന്? അവനും ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം കൃത്യമായിട്ട് യൂണിറ്റ് പഠിച്ചേ പറ്റൂ, എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഈ ഇത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളത് അറിഞ്ഞിരിക്കണം. എല്ലാത്തിലും നിങ്ങളുടെ 4 വർഷം ഇത് തന്നെയാണ് പഠിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും. ഓക്കെ, എന്നാ അപ്പൊ താങ്ക് യു. ഞാൻ പുറകെ പോയിട്ട് വരാം, അത് ഡിറൈവ് ചെയ്തിട്ട് എനിക്ക് അയക്കാം. ഇനി ഇൻ കേസ് 10 മണിക്ക് പറ്റിയില്ല എങ്കിൽ അതിന് ആരെങ്കിലും നോക്കി എഴുതുക എന്നുള്ളതല്ല, എന്നോട് പറയുക അത് പറ്റിയില്ല, ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തരാമെന്ന് പറയുക എന്നോട്. നോക്കി എഴുതരുത് ആരും. നോക്കി എഴുതാൻ വേണ്ടി അല്ല ഈ പറഞ്ഞ ഹോംവർക്കുകൾ തരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങ് ആൻസർ ഉൾപ്പെടെ അങ്ങ് ഇട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് നോക്കി എഴുതാൻ. ഓക്കെ, അറിയത്തില്ലെങ്കിൽ അത് പറയുക, അത് പറഞ്ഞു തരാം. ഓക്കെ, ശരി, താങ്ക് യു. Thank you, sir.